ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിറ്റലീഷ്യസ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി മസാലപ്പെട്ട റെസിപ്പിയാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം കുറച്ച് ചൂടുള്ള പാനിലേക്ക് റവ ഇട്ടൊന്ന് വറുത്തെടുക്കാം. കളറ് നന്നായി ചേഞ്ച് ആവുന്നത് വരെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ പുട്ടുണ്ടാക്കാനായിട്ട് 1 കിലോ റവയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ റവ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സേമിയ വേവിക്കാം. ഇവിടെ ഞാൻ വളരെ നേരിയ വെർമസലിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെർമസലി നിങ്ങൾക്ക് വേണമെങ്കിൽ നുറുക്കിയിട്ടിട്ടും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വെള്ളത്തിന് പ്രത്യേകം കണക്കൊന്നുമില്ല. വെർമസലി വെന്ത് കഴിഞ്ഞിട്ട് അതിൽ വെള്ളം കൂടുതലുണ്ടെന്നാണെങ്കിൽ ഒരു അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് വെള്ളം ഊറ്റിക്കളയാം. നമ്മൾ വറുത്ത റവയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ ഒരു തേങ്ങ ചിരവിയത് മൊത്തം ഇട്ട് കൊടുക്കുന്നുണ്ട്. വേവിച്ചെടുത്ത വെർമസലിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ കൂടുതൽ വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വെർമസലിയുടെയും തേങ്ങയുടെയും നനവ് കൊണ്ട് തന്നെ അത് നന്നായി ഒന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ ഇതുവരെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. ഇതേപോലെ നന്നായി ഒന്ന് കുഴച്ച് മിക്സാക്കി എടുക്കാം. ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതുമാണ്. ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമ്മുടെ പുട്ടുപൊടി റെഡിയാണ്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ചെമ്മീനിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് 10 മിനിറ്റ് മാറ്റി വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനും ബീഫൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ള ചെമ്മീനും കൂടി ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. നമുക്ക് മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് ഇവിടെ 4 മീഡിയം ഉള്ളി നീളത്തിൽ അരിഞ്ഞിട്ടതാണ്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. 4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സായി കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബ്രൗൺ കളർ ആകുന്നേരം മിക്സാക്കി കൊടുക്കാം. ഇവിടെ ഞാൻ പച്ചമസാലക്കായിട്ട് 8 പച്ചമുളകും 3 വെളുത്തുള്ളിയും ചെറിയൊരു ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഉള്ളി നന്നായി വാടിയിട്ടുണ്ട്. അതിലേക്ക് പൊരിച്ച് വെച്ച ചെമ്മീൻ്റെ ഓയിലും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി മുറിച്ചിട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് ചതച്ച് വെച്ച പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്ത് തക്കാളിയൊക്കെ നന്നായി അടിഞ്ഞു വരുന്നത് വരെ വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. തക്കാളിയൊക്കെ നന്നായി അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊരിച്ച് വെച്ച ചെമ്മീൻ ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കി മസാല ഒക്കെ ചെമ്മീൻ പിടിക്കുന്നവരെ നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായി മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി 2-3 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ മസാല റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുട്ടുണ്ടാക്കാം. പുട്ടുണ്ടാക്കാനായിട്ട് പുട്ടും കുറ്റിയിലേക്ക് കുറച്ച് തേങ്ങ, പിന്നെ അതിന് മുകളിലായിട്ട് മസാല ഇട്ട് റവയുടെയും സേമിയയുടെയും മിക്സ്ചർ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് റെഡിയാക്കി വെച്ച പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മസാലയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ മസാല വെച്ച് കൊടുക്കാം. പിന്നെയും പുട്ട് മിക്സ്ചർ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനിടയ്ക്കൊക്കെ കൂടുതൽ തേങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 3 to 5 മിനിറ്റ്സ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം.
എന്താ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസാല പുട്ടായത് കൊണ്ട് പ്രത്യേകിച്ച് കറിയൊന്നും വേണം നിർബന്ധമില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.